ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു വീടിന്റെ മേലെ സോളാർ വെക്കണം എന്നുള്ളത്. കറണ്ട് ബില്ല് സാധാരണ വരുന്നതിനേക്കാൾ കൂടാൻ തുടങ്ങിയപ്പോൾ സോളാറിന്റെ കാര്യം സീരിയസ് ആയി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നൊക്കെ ഒരു സോളാർ വെക്കാൻ ചില്ലറ തലവേനൊന്നുമല്ല കേട്ടോ. അധികം പൈസ ഒന്നും കയ്യില്ലാത്തതുകൊണ്ട് ലോൺ തന്നെ എടുക്കേണ്ടി വരുന്ന ഉറപ്പായിരുന്നു. എന്നാൽ പിന്നെ ലോൺ എടുക്കാൻ പോയപ്പോൾ ഫസ്റ്റത്തെ പ്രശ്നം സിവിൽ സ്കോർ ഇല്ല അത്ര. ഈ സോളാറിനൊക്കെ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിലേ 650 സിവിൽ സ്കോറും വേണം, 65 വയസ്സിന്റെ അടിയിൽ വേണം, പിന്നെ സ്ഥലോടമേന്റെ പേരിൽ മാത്രമേ ലോണും കിട്ടുള്ളൂ. പരിപാടി എന്തെങ്കിലും നടക്കൂലെന്ന് നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി നമ്മൾ പവർ ജീൻ എന്നൊരു കമ്പനിയെ പരിചയപ്പെടുന്നത്. ഇവരാണ് നമ്മളോട് പറയുന്നത് കോആപ്ലിക്കന്റ് വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. ഈ കോആപ്ലിക്കന്റ് എന്ന് പറഞ്ഞാലേ വയസ്സിന്റെയും സിവിൽ സ്കോറിന്റെയും പ്രശ്നമുള്ളവർക്ക് സ്വന്തം രക്തബന്ധത്തിലുള്ള ഒരാളെ ജാമ്യം നിർത്തി ലോൺ പാസ്സാക്കാൻ പറ്റും. അങ്ങനെ ബ്രദറിന്റെ പണയം വെച്ച് ലോൺ പാസ്സാക്കി നിൽക്കുന്ന സമയത്താണ് അടുത്ത പണി. വീടിന്റെ മേലെ നല്ല ഷെയ്ഡിന് ഇത്രേ, അതുകൊണ്ട് സോളാറിന്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലം മാറ്റിയിട്ട് സ്റ്റാൻഡിന്റെ ഹൈറ്റും കൂട്ടിയിട്ട് അന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വന്ന ടെക്നീഷ്യന്മാരനെ അത് മാനേജ് തന്നു. അങ്ങനെ 80% പണി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് KSEB എന്നുള്ള പണി. ഈ സോളാറിന് സാധാരണ മീറ്റർ ബോർഡ് ഒന്നുമല്ല, രണ്ട് സൈഡ് പോകണം നെറ്റ് മീറ്റർ വേണം, അതും സിംഗിൾ ഫേസ് നെറ്റ് മീറ്റർ. അത് സാധാരണ വെക്കലാവുന്ന KSEB ആണ്. നമ്മുടെ നാട്ടിലുള്ള KSEB ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ 5 മാസമായിട്ട് സിംഗിൾ ഫേസ് നെറ്റ് മീറ്ററിന്റെ പൊടി പോലും അവർ കണ്ടിട്ടില്ല. അവസാനം നമ്മൾ 4000 രൂപയുടെ നെറ്റ് മീറ്ററും മേടിച്ചു സോളാർ അങ്ങോട്ട് സെറ്റാക്കി. ഇതുവരെയാണ് നമ്മൾ സോളാർ വെച്ച വരെയുള്ള കഥ. ഇനി സോളാർ വെച്ചതിന് ശേഷമുള്ള കഥ കറണ്ട് ബില്ല് വന്നിട്ട് പറയാം.